ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നസ്ദുൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻകറി റെസിപ്പി ആയിട്ടാണ്. അത് നമുക്ക് തുടങ്ങാം. ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പത്തായിട്ട് ഒരു തോടുണ്ട്. ആ തോട്ടിൽ തന്നെ ആദ്യത്തെ വെള്ളം വീട്ടിയപ്പോൾ ഞങ്ങൾ തന്നെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ്. അങ്ങനെ മീനൊക്കെ പിടിച്ചിട്ട് തോട്ടിൽ ഇറങ്ങാൻ കിട്ടിയ ഒരു അവസരം ഞങ്ങൾ പാഴാക്കിയില്ല. പിന്നെ കുഞ്ഞിപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ മീനൊക്കെ പിടിച്ചിട്ട് അങ്ങനെയാണ് ആ മീനായിട്ടാണ് ഈ കറി ഉണ്ടാക്കിയത്. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നമുക്ക് ബാക്കി വെക്കണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇത്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകവും ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി. പിന്നെ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ലേശം ഇട്ട് കൊടുക്കാം. കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അരപ്പിൽ നമുക്ക് ഇത്തിരി ഹാഫ് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയിൽ നമ്മൾ മീൻ പിടിച്ച് അടാറ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊരിക്കാനുള്ളത് ഞങ്ങൾ നല്ല മസാല പിടിക്കാൻ വേണ്ടി ഇത്തിരി നേരം അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ മീൻകറിക്ക് വേണ്ടി ഞങ്ങളിവിടെ പരലാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പുളിങ്ങ വെള്ളത്തിലേക്ക് ഇട്ടാം. മുളക്, തക്കാളി, വേപ്പില, ചെറിയ ഉള്ളി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. പിന്നെ അതിലേക്ക് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഉണ്ടാകും, ഉള്ളി വേണം. നമ്മുടെ ഉള്ളി നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക്, തക്കാളി, വേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. അപ്പം ഇത് വേവുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഭയങ്കര അടിയാണ് ഗൈസ്. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അത്യാവശ്യത്തിന്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ അതിലേക്ക്
നമ്മൾ പുളിങ്ങ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നേരത്തെ അരച്ചെടുത്ത പേസ്റ്റിൻ്റെ അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി നന്നായി തളിച്ചു വന്നാൽ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള മീൻ കറി റെഡി. അപ്പോൾ എല്ലാവരും ഈ മീൻ കറി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ ഞെക്കിയില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. എന്തായാലും ഞെക്കണം. അപ്പോൾ ബൈ.